ഒരു ഇപ്പൊ നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ അനുസരിച്ചിട്ട് മെസ് ഹാളില്, അതായത് അവരുടെ ഹോസ്റ്റലിന്റെ മെസ് ഹാളിലാണ് ഈ വിമാനത്തിന്റെ ഒരു ഭാഗം വന്ന് തകർന്നിരിക്കുന്നത്. അവിടെ തന്നെ 6 വിദ്യാർത്ഥികളുടെ മരണമാണ് ഇപ്പോൾ നമുക്ക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇനിയും കാഷ്വാലിറ്റീസ് അവിടെ ഉണ്ടാകാം. അതിലും കൂടുതലായിട്ട് എന്നെ വിഷമിപ്പിക്കുന്നത് വളരെ തിക്കിലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഈ മേഘാണി നഗർ എന്ന് പറയുന്നത്. ഈ മേഘാണി നഗർ എന്ന് പറഞ്ഞാൽ ഓൾ ക്ലാസസ് ഓഫ് പീപ്പിൾ, എല്ലാ തരത്തിലുള്ള വിഭാഗത്തിലുള്ള ജനങ്ങളും ഒരുമിച്ച് ജീവിക്കുന്ന ഒരു സ്ഥലമാണ്. പിന്നെ ഈ സിവിൽ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ ഹോസ്പിറ്റൽ അല്ല, വൺ ഓഫ് ദ ബെസ്റ്റ് ഹോസ്പിറ്റൽ ഇൻ ഏഷ്യ എന്ന് തന്നെ പറയാറുണ്ട്. എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും ഉണ്ട്. മെഡിക്കൽ കോളേജ് ഉണ്ട്, നഴ്സിംഗ് കോളേജ് ഉണ്ട്, അതുപോലെ തന്നെ ഈ ഗവൺമെന്റുമായിട്ട് ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരുപാട് വിഭാഗങ്ങളുണ്ട് അവിടെ. അപ്പൊ ഇതിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഈ അപകടം സംഭവിക്കുന്ന ഒരു സമയം വളരെ പീക്ക് അവേഴ്സ് ആണ്. കാരണം ഒ പിയിലേക്കും ഒ ടിയിലേക്കും അതുപോലെ ആശുപത്രിയുടെ വിവിധ വിഭാഗങ്ങളിലേക്കും പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അവിടെയാണ് ഇതിങ്ങനെ ക്രാഷ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇപ്പൊ നമുക്ക് യഥാർത്ഥത്തില് എത്ര നോർമൽ പീപ്പിൾ ജനങ്ങളുടെ കാഷ്വാലിറ്റീസ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ട് വിവരം നമുക്ക് അങ്ങനെ പൂർണ്ണമായിട്ട് ലഭിച്ചിട്ടില്ല. പക്ഷെ എന്റെ സുഹൃത്തുക്കളുമായിട്ട് ഞാൻ ബന്ധപ്പെടുന്ന സമയത്ത് ഇങ്ങനെ കത്തിക്കരിഞ്ഞതും അതുപോലെ തന്നെ വളരെ ഫാറ്റലി ഇഞ്ചുവേർഡ് ആയിട്ടുള്ള ഒരുപാട് നഗരവാസികളെ അതിലേക്ക് അഡ്മിറ്റ് ചെയ്യുന്നു എന്നാണ് നമുക്ക് ഇൻഫർമേഷൻ വരുന്നത്. മാത്രമല്ല, അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന പലരുടെയും നില വളരെ അത്യാവശ്യ നിലയാണ്. അപകടം മനസ്സിന് വിഷമം വരുന്നത് ഇനിയും കാഷ്വാലിറ്റി കൂടാതിരിക്കട്ടെ എന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥന. പക്ഷെ അത് നടക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഈ മേഘാണി നഗറിന്റെ ഒരു ലാൻഡ്സ്കേപ്പ് അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രത്യേകത ഈ അപകടത്തിന്റെ ആക്കം അല്ലെങ്കിൽ അതിന്റെ ശക്തി വളരെയധികം അങ്ങോട്ട് കൂട്ടിപ്പോയിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം, ഞാനൊരു വൈമാനിക ശാസ്ത്രത്തിലെ വിദഗ്ധനൊന്നുമല്ല, ഞാൻ വൈദ്യശാസ്ത്രത്തിലെ വിദഗ്ധനായിട്ടുള്ള ഒരാളാണ്. പക്ഷെ ഞാൻ സ്ഥിരമായിട്ട് അഹമ്മദാബാദിൽ നിന്ന് രാജ്യത്തിന്റെ പല ഭാഗത്തേക്കും യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് 1999 തൊട്ട്. പക്ഷെ ഇത് ഒരു വലിയ രസകരമായിട്ടൊരു വസ്തുത തോന്നിയത്, ഈ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും ഇതിന്റെ ടെയിൽ എൻഡ് വളരെ താഴത്തോട്ട് വന്ന് അവിടെയുള്ള ഒരു മരത്തിലേക്ക് സ്പർശിച്ച് പിന്നീട് അതിന്റെ ഹോസ്റ്റലിന്റെ ഒരു ഭാഗത്തേക്ക് അത് അമർന്നു വന്ന് കത്തിത്തീരുകയാണ് ചെയ്തത്. ഒരു ഇൻക്ലിനേഷനിൽ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഫ്ലൈറ്റ് ഇത്ര പെട്ടെന്ന് അത് നിമിഷങ്ങൾക്കുള്ളിൽ അത് അതിന്റെ ടെയിൽ എൻഡ് താഴത്തോട്ട് വരിക എന്നുള്ളത് വളരെ അത്ഭുതം സൃഷ്ടിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഒരു ഇന്റർനാഷണൽ ഫ്ലൈറ്റ്, അതും ഒരു ബോയിങ് സ്ട്രക്ചറിൽ നിൽക്കുന്ന ഒരു ഫ്ലൈറ്റ്, എത്ര ലെവൽ ഓഫ് എഞ്ചിനീയറിംഗ് ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമായിരിക്കണം ഇതിന് ഫ്ലൈയിങ് ഓർഡർ കിട്ടുന്നത്. പക്ഷെ ഇങ്ങനെ ഒരു അപകടം അവിടെ സംഭവിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ അത് വളരെയധികം ഞെട്ടിപ്പിക്കുന്നതാണ്. അതിന് വ്യക്തമായിട്ടുള്ള ഒരു അന്വേഷണവും അതിനെ തുടർന്നിട്ടുള്ള ചില തീരുമാനങ്ങൾ എടുക്കേണ്ടത് വളരെ ആവശ്യമാണ്. കാരണം ഈ 2100 2000 മണിക്കൂറുകൾ വിമാനം പറത്തി എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ് പൈലറ്റുമാരായിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് അവിടെ നിന്ന് കിട്ടിയിരിക്കുന്ന ചില ചിത്രങ്ങൾ വളരെയധികം ഭയപ്പാടുണ്ടാക്കുന്നതാണ്. ഇനിയിപ്പോ നാളെ രാവിലെ ആകുമ്പോഴാണ് കുറച്ചും കൂടി കൂടുതലായിട്ടുള്ള ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടാൻ പോകുന്നത്. ഞാൻ ഇപ്പൊ അങ്ങോട്ട് പോകുന്നതിന് ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം പല സ്ഥലങ്ങളും കോർണർഡാണ്. ഏറ്റവും വേദനാജനകമായിട്ടൊരു കാഴ്ച എന്താണെന്ന് വെച്ചാൽ, അവിടെ തൊട്ടടുത്ത് കാണുന്ന വലിയ വലിയ സ്റ്റോറീഡ് ആയിട്ടുള്ള കെട്ടിടങ്ങളും വീടുകളും മുഴുവനും കത്തിക്കരിഞ്ഞ രീതിയിലാണ് കാണുന്നത്. കാരണം അവിടെ ജനം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫ്ലൈറ്റ് വന്ന് അങ്ങനെ ഇരുന്ന സമയത്ത് ഒരു ബ്ലാസ്റ്റോട് കൂടി ഒരു വലിയ തീഗോളം ഉണ്ടാവുകയാണ് ചെയ്തതെന്ന്. ആ തീഗോളത്തിന്റെ ചൂട് കൊണ്ട് അസഹനീയമായിട്ട് അവിടെ നിന്ന് ഓടിപ്പോയ കുറച്ച് കിലോമീറ്ററുകൾക്ക് അകലെ നിൽക്കുന്നവര് ഓടിപ്പോയ അവസ്ഥ പോലും ഉണ്ടായിട്ടുണ്ട്. കാരണം അതിനു ചുറ്റും ഈ ചെറിയ ചെറിയ ഹോട്ടലുകളുണ്ട്, സ്റ്റേഷനറീസ് ഉണ്ട്, പച്ചക്കറി കടകളുണ്ട്, ചെറിയ വ്യവസായ സ്ഥാപനങ്ങളുണ്ട്, ഈ ആശുപത്രിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരുപാട് ഓർഗനൈസേഷൻസ് ഉണ്ട്. അപ്പൊ ഇതൊരു വളരെ കൺജസ്റ്റഡും തിക്ക് പോപ്പുലേറ്റഡും ആണ്. അപ്പൊ അവിടെ നാളെ രാവിലെ ചെന്ന് നോക്കുമ്പോഴാണ് അതിന്റെ യഥാർത്ഥ അവസ്ഥ നമുക്ക് ലഭിക്കാൻ പോകുന്നത്. എനിക്ക് പരിചയമുള്ള, എന്നെ കണ്ട് തിരിച്ചു പോകുന്ന ഒരു ഫാമിലി ആ അപകടത്തിൽ ഇല്ലാതായി എന്നുള്ള ഒരു വളരെ ദുഃഖകരമായിട്ടൊരു വ്യവസ്ഥ. എല്ലാ വർഷവും എന്നെ കാണാനും ചികിത്സയ്ക്കുമായിട്ടില്ലെങ്കിൽ ഗുജറാത്ത് വിസിറ്റ് ചെയ്യാൻ വരുന്ന, ഗുജറാത്ത് ബേസ്ഡ് ആയിട്ടല്ല UK സ്ഥിരതാമസമാക്കിയിരിക്കുന്ന ഒരു ഫാമിലിയുണ്ട്.
അവരില് 4 പേര് നഷ്ടപ്പെട്ടു എന്നുള്ളൊരു വിവരമാണ് എനിക്ക് അവരുടെ വീട്ടിൽ നിന്ന് കിട്ടുന്നത്. അങ്ങനെ എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായിട്ടും ഞാൻ വർഷങ്ങളായിട്ട് താമസിക്കുന്ന പ്രദേശത്തിൽ ഉണ്ടായിരിക്കുന്ന ഒരു അപകടം എന്നെ വളരെയധികം ദുഃഖിപ്പിക്കുന്നു.